ക്രിസ്തുമസും ഡിസംബറും ഇപ്പോൾ എനിക്ക് ഓർത്തിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും രണ്ടാം വാർഷികാഘോഷങ്ങൾ. ലയണൽ മെസ്സിയുടെ ഭാഗം, അതായത് അദ്ദേഹം ഇപ്പം ഇന്നലെ ഖത്തർ വേൾഡ് കപ്പ് എടുത്തിട്ട് ഖത്തർ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി മുത്തമിട്ടിട്ട് 2 വർഷം തികഞ്ഞ ദിവസമായിരുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അർജന്റീന ഫാൻസ് നടത്തുന്നുണ്ട്. സ്റ്റോറികളിലും അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് അവരുടേതായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും അവർ ആഘോഷമാക്കുന്നുണ്ട്. കാരണം കുറച്ച് മുന്നേ കുറേ അനുഭവിച്ചതാണ്. അതിൻ്റെയൊക്കെ പകരം ഇപ്പോൾ ഓരോ നിമിഷത്തിലും അർജന്റീന ഫാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഇങ്ങനെ പറഞ്ഞത്. ക്രിസ്തുമസും ഡിസംബറും ഓർക്കുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും 2ാം വാർഷിക ആഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ലയണൽ മെസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അദ്ദേഹം വേൾഡ് കപ്പ് എടുത്ത് വെച്ച് ഇരിക്കണ ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത്രയും ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും. ആ ഒരു വേൾഡ് കപ്പ് എടുത്തതിൻ്റെ ഒരു പൊലിവ് മീൻസ് അവർക്കൊക്കെ അത്രയും എന്താ പറയുക, ഒരുപാട് വർഷം അവർ നേരിട്ട പ്രയാസങ്ങൾ, സഹിച്ച പ്രയാസങ്ങൾ, അതിനൊക്കെ പകരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. താരങ്ങളായിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ ഒക്കെ. ഏതായാലും ആഘോഷിക്കേണ്ട സമയത്ത് ലയണൽ മെസ്സി കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു മികച്ച എന്താ പറയുക, വിരമിക്കൽ തന്നെ അദ്ദേഹത്തിന് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അല്ലെങ്കിൽ ടീം താരങ്ങൾ അദ്ദേഹത്തിന് നല്ലൊരു സമ്മാനങ്ങൾ 3-4 ട്രോഫികൾ കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ച് അദ്ദേഹം കരിയറിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അദ്ദേഹം അവസാന ഘട്ടത്തിലൂടെ ആയിരിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞു 2026 വേൾഡ് കപ്പ് വരെയെങ്കിലും തുടരണം എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഫിഫ ബെസ്റ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ച ലിസ്റ്റിലും അദ്ദേഹം 6ാം സ്ഥാനത്തുണ്ട്. ഇപ്പോഴത്തെ യുവതാരങ്ങൾക്ക് ഇടയിലും അദ്ദേഹം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ലയണൽ മെസ്സി പറഞ്ഞ കാര്യമാണ്. ഡിസംബറും അതുപോലെ ക്രിസ്മസും ഒക്കെ എനിക്ക് ഓർത്തിരിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം.